I am CI Alex from Crime Branch. Crime Branch? അതെ. സാർ ഇരിക്കൂ. എന്താ സാർ കാര്യം? ഇരിക്കൂ. ഇവിടെ താമസിക്കുന്ന സെക്കൻഡ് DC പഠിക്കുന്ന അനുപമയെ ഒന്ന് കാണണം. എന്താ സാർ പ്രശ്നം? പ്രശ്നങ്ങൾ അറിഞ്ഞേ വിളിപ്പിക്കുള്ളൂ. ഞങ്ങൾ ക്രൈം ബ്രാഞ്ചുകാരാ. I am CI കുഞ്ഞിരാമൻ. എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി കണ്ടോളാം. വേണ്ട സാർ, ഞാൻ വിളിപ്പിക്കാം. ഹലോ അനുപമ, ഒന്നിങ്ങി വരൂ. ഓക്കെ മാഡം, ഇപ്പൊ വരാം. എന്താ മാഡം? കുട്ടിയെ അന്വേഷിച്ചു വന്ന സാറുമാരാ. അനുപമ, I am CI Alex. എനിക്ക് 1-2 വിവരങ്ങൾ കുട്ടിയിൽ നിന്ന് അറിയാനുണ്ട്. വരൂ. CI Alex? യെസ്, CI കുഞ്ഞിരാമൻ. ഇവിടെ ഒരുപാട് പ്രതികളുണ്ട്. ഞാൻ എന്റേതായ ശൈലിയിൽ അവരെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് വരാം. കുഞ്ഞിരാമൻ, പ്ലീസ് ക്യാരി ഓൺ CI Alex. വരൂ. മാഡ്രൻ, എന്റെ പുറകിലിരിക്കുന്ന കുട്ടിയെ എനിക്ക് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ? എക്സ്ക്യൂസ് മീ, എന്താ കുട്ടിയുടെ പേര്? സോഫി സൂസൻ. I am CI ജോസഫ് കുഞ്ഞിരാമൻ. ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. എനിക്ക് കുട്ടിയെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. കുറെ നാളായി ചോദ്യം ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള മറുപടി കിട്ടണം. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കൂടെ വരും. കുട്ടി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അവനോടൊപ്പം ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ എപ്പോ എവിടെ വെച്ച് എന്നെല്ലാം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്തെങ്കിലും അടിച്ചോണ്ട് പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും പറയണം. ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം സത്യസന്ധമായിരിക്കണം. പറയൂ, കുട്ടിക്ക് പ്രേമമുണ്ടോ? അയ്യോ ഇല്ല സർ. ഛേ, മോശം. എന്താ ഇയാൾക്ക് പ്രേമിക്കാൻ ഇതുപോലൊരു സുന്ദരനെ കിട്ടാത്തത് കൊണ്ടാണോ? എന്റെ കുട്ടി പ്രേമിക്കണം. അതൊരു അനുഭൂതിയാണ്, വികാരമാണ്, സുഖമാണ്. വേണമെങ്കിൽ കുട്ടിക്ക് എന്നെ ഇപ്പോഴേ പ്രണയിച്ചു തുടങ്ങാം. പെട്ടെന്നൊരു തീരുമാനം ആലോചിച്ചെടുക്കണ്ട. ഞാൻ വീണ്ടും വരാം. കുട്ടി പൊക്കോളൂ. ഓക്കെ മോള്. ഇയാളെന്താ ഇവിടെ? എന്റെ കയ്യിൽ നിന്ന് രഹസ്യം ചോർത്താൻ വന്ന് ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. ഹലോ. ഹണി, ഞാൻ ഗാർഡല്ല. ഞാൻ നിന്റെ ഉഡ്ബി ആണെന്ന് പറഞ്ഞാൽ മതി. വേഗം വാ, നമുക്ക് പുറത്തു പോയെന്ന് കറങ്ങാം. നിന്റെ റൂമിൽ ആരുമില്ലെന്നോ? 2 മണിക്കോ വരത്തുള്ളൂ? എനിക്ക് വെറും 2 മിനിറ്റ് മതി. എടി, സംസാരിക്കാൻ ഞാൻ സൂപ്പർ ഫാസ്റ്റാ. റൂം നമ്പർ പറഞ്ഞോളൂ. എത്ര? 108. ഞാനിതാ പറന്നെത്തിക്കഴിഞ്ഞു. ഓക്കെ. പൊക്കോ പൊക്കോ. നിന്റെ 108 ഞാൻ 144 തരാം. നിനക്ക് 2 മിനിറ്റ് മതി എങ്കിൽ ഈ ചാക്കോയ്ക്ക് 1/2 മിനിറ്റ് മതി. അവൻ ചെന്ന് കണി കണ്ടു തുടങ്ങുമ്പോൾ എൻ്റെ പിടി വീഴണം. നാളത്തെ പത്രങ്ങളിലും ചാനലുകളിലും ലേഡീസ് ഹോസ്റ്റലിൽ അവിഹിതം, ഒരു സാമൂഹ്യ വിരുദ്ധൻ പിടിയിൽ. പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചെന്ന് അറിയിക്കട്ടെ. ലോകം മുഴുവൻ കാണട്ടെ. ഇവനൊന്ന് നാറിക്കോട്ടെ. അത്യാവശ്യമുള്ളപ്പോൾ മൊബൈലിന് റേഞ്ച് ഇല്ല. റേഞ്ച് ഉള്ളപ്പോൾ സംസാരിക്കാൻ ബുദ്ധിയും ഇല്ല. ചാനലുകാരെ കാത്തിരുന്ന് നമ്മൾ കാര്യം സാധിച്ച് കനാല് വഴി മുങ്ങും. അത്രയ്ക്ക് വേന്ദ്രന. അപ്പൊ കുട്ട തൊപ്പിക്കാരാ മുട്ടിട്ട് ഞാൻ. അപ്പക്കുട്ട തൊപ്പിക്കാര എപ്പ കല്യാണം? എനിക്ക് കിട്ടേണ്ട നല്ല ഉഗ്രൻ യമമുട്ട ബിരിയാണിയാണ് സാർ ഇല്ലാതാക്കിയത്. നിന്നെ ചെക്ക് വെക്കുന്നതിനേക്കാൾ എനിക്ക് സാമ്പത്തിക ലാഭം ഇതാ. സാറേ, ഞാനും കുറെ സർവീസുള്ള പോലീസുകാരനാ. ഈ ക്ഷതം കണ്ടാൽ അറിയാം സാറ് കക്കൂസ വീണതൊന്നും അല്ല. മെഡിസിൻ പഠിക്കുന്ന ഏതോ കന്യകമാരെടുത്തിട്ട് പെരുമാറിയതാ. സാറിന്റെ ശരീരത്തിലെ ഓർത്തോളജിയും പാത്തോളജിയും യൂറോളജിയും എല്ലാ ഓളജിയും കൂടെ ഇടിച്ച് പിഴിഞ്ഞിരിക്കുക. കുറെ സമയം എടുക്കും സാറാ ഇതൊന്ന് ഊറി വരാൻ. കർത്താവേ, ആ സംഭവം യൂട്യൂബിൽ ഇന്റർനെറ്റിലും മൊബൈലിലും ഒക്കെ പരന്നോ? പ്രൊമോഷൻ തേടിപ്പോയ എനിക്ക് ഇനി ഡിസ്മിസൽ ആവോ? ചേച്ചിയും 1 ഡസൻ പിള്ളേരും നാട്ടിലായത് ഭാഗ്യമായി. ഈ കിടപ്പ് കണ്ടാ അവര് സഹിക്കാല. നീ കൂടുതൽ തള്ളണ്ട. വേഗം പണി തീർത്തന്റെ 2 മാസത്തെ ലീവ് ആപ്ലിക്കേഷൻ SP ഓഫീസിൽ കൊടുത്തേക്ക്. 2 മാസത്തെ ലീവാ സാറേ? അത് ഇച്ചിരി കൂടുതലല്ലേ? അല്ല, അതിനുള്ള ക്ഷതമൊന്നും ഈ ബോഡിക്കില്ല. ബോഡിക്ക് എഴുന്നേൽക്കാം. കുറച്ചു നാള് സുഖചികിത്സ നടത്തി എനിക്കൊന്ന് സുഖിക്കണം.
അങ്ങനൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പ്രായപൂർത്തിയാകാത്ത നല്ല ഇളം കിളിക്കുഞ്ഞുങ്ങളെ കൊണ്ട് സാറിന് ഞാൻ നല്ല സുഖചികിത്സ നടത്തി തരില്ലായിരുന്നു. നീ ആരുടെ പോലീസ് മാമനോ? ഈ നാട്ടിൽ ഇത്രയും TV ചാനലുകൾ ഉണ്ടായിട്ടും അവന്മാരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് കാര്യം സാധിച്ച സാർ ആള് വേന്ദ്രനാണ്. ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു സാറിന്റെ ലീലാവിലാസങ്ങൾ TV ലൈവായിട്ട്. വിളിച്ചപ്പോ TV കാരെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ മാനം കപ്പൽ കയറിയനെ. മൊബൈലിന് റേഞ്ച് ഇല്ലായിരുന്നു എന്റെ ഭാഗ്യം. ഞാനും താരിത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അവന്മാരുടെ പിറകെ പോയി അവന്മാരുടെ രഹസ്യം കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ലേഡീസ് ഹോസ്റ്റലിന്റെ രഹസ്യം കണ്ടുപിടിക്കാനല്ല. തന്റെ സമയം ശരിയല്ല, 10 ഗുളികനാ. കഷ്ടകാലത്തിന് ചിലത് കയറി അങ്ങ് പാമ്പാകും. എന്നാലും അവന്മാര് വല്ലാത്ത ഗമണ്ടന്മാരാ. പാലും വെള്ളത്തിലല്ലേ എനിക്ക് പണിയെന്ന്. എനിക്ക് മോരും വെള്ളത്തിലും. നിർത്തി ഇതോടെ തന്റെ വാക്കും കേട്ട് വല്ലവന്റെ പിറകെ പോയി തടി വെടക്കാക്കുന്ന ഏർപ്പാട്. എനിക്കൊരുത്തന്റെ റെക്കമെൻഡേഷൻ വേണ്ട, പ്രൊമോഷനും വേണ്ട, ഡിസ്മിസൽ ആകാതെ പെൻഷനായാ ഓ, ഇത് കൊണ്ടൊന്നും താൻ പതറരുത്. ഒന്ന് പിഴച്ചാൽ 9 എന്നാണല്ലോ എട്ടുകാലി ശാസ്ത്രം പറയുന്നത്. മതി. അപ്പൊ എട്ടുകാലി താൻ തിന്നോ. ഭിക്ഷ കിട്ടിയില്ലേലും പട്ടിയുടെ കടി ഇത് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. താനല്ലേ പറഞ്ഞത് അവന്മാരടക്കം ഈ നാട്ടിലുള്ള സകല പൂവന്മാരെ പൊക്കി രാഖി രാമായണം നാട് കടത്തുവന്ന്. ശവത്തെ കുത്താതണം. അവളുമാരെടുത്തിട്ട് ഇടിച്ചപ്പോ തന്നെ നാം ഇറങ്ങിപ്പോയായിരുന്നു. തനിക്ക് പറയാൻ പാടില്ലായിരുന്നു താനൊരു പോലീസുകാരനായിരുന്നു. അതിനുള്ള ഗ്യാപ്പ് അവളുമാര് തന്നില്ല. അതിനു മുമ്പേ മർമ്മത്തിടി. ചില പെണ്ണുങ്ങൾക്ക് മർമ്മത്തിടിക്കാനാണ് ഇഷ്ടം. ഇതുകൊണ്ടൊന്നും താൻ തളരരുത്. തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ ഉണർത്തണം. ഓ, ഇനി അത് ഉടനെ ഉണരുമെന്നും തോന്നുന്നില്ല. കുറെ കാലം വിശ്രമമില്ലാതെ ഉണർന്നിരുന്നില്ലയോ, ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇറങ്ങിപ്പോ. ഞാൻ പോയേക്കാം. പക്ഷേ താനവന്മാരുടെ രഹസ്യങ്ങൾ അറിഞ്ഞു തന്നാൽ ആ നിമിഷം തന്റെ പ്രമോഷൻ ഉറപ്പ്. ഏത് മാർഗത്തിലൂടെ ആയാലും നമുക്ക് അവന്മാരെ പൂട്ടിയേ പറ്റൂ. ഇനി അത് വേണോ? വേണം വേണം വേണം. എന്റെ കർത്താവേ, ഈ പീഡിതനിൽ നിന്ന് ഈ പാനപാത്രം നീ എടുക്കണമേ. ഏത് മാർഗത്തിലൂടെ ആയാലും നമുക്ക് അവന്മാരെ പൂട്ടിയേ പറ്റൂ. പാറ്റോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലം പ്രാനേ. എള്ളോളം ഇതുള്ളിച്ചെന്നാൽ ഭൂലോകം തരികിടതിത്തൈ. എന്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത്. ആദ്യമായിട്ടാണ് തമ്പുരാൻ വർഗത്തിൽപ്പെട്ട ഒരു തിരുമേനയോടൊപ്പം എനിക്ക് ഇങ്ങനെ കൂടാൻ സാധിച്ചത്. കണ്ണടിച്ചു പോവോ? ഇത് ബാറ്ററിയോ ഊച്ചനട്ടയോട്ട് മാറ്റിയതല്ല. പകരം മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ, സാത്തുക്കുടി, ഓറഞ്ച്, ചക്ക, തേങ്ങ, മാങ്ങ എന്നീ സ്ഥാവരജംഗമ വസ്തുക്കളും പ്ലസ് പറയൂർ ശർക്കരയും ചേർത്ത് വാറ്റി ഊറ്റി നീറ്റി അരിച്ചെടുത്ത സ്വയംഭ സാധനമാണെന്നാണ് ഇത് ഉണ്ടാക്കിയവൻ എന്നോട് പറഞ്ഞത്. ഞാൻ അടിക്കാറില്ല, അടുപ്പിക്കാറില്ല. കുടിക്കോ? ഞാൻ കുടിക്കാറില്ല, കുടിപ്പിക്കാറേ. വലിക്കോ? ഞാൻ വലിക്കാറില്ല, വലിപ്പിക്കാറേ. അപ്പൊ സെറ്റപ്പോ? സെറ്റപ്പ് ആക്കില്ല, സെറ്റപ്പ് ആക്കി കൊടുക്കാറുണ്ട്. കൈ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. ഒന്നും പറയണ്ട, ദേ ഒന്നങ്ങോട്ട് അടിച്ചേ ചാക്കോച്ചാ. കേറ്റാണല്ലോ ചാക്കോ. അടിയൻ ധന്യനായി തമ്പുരാനെ. എടോ, ഞാൻ തമ്പ്രാനൊന്നും അല്ല. എല്ലാം എനിക്കറിയാം. പുത്തൂരം കോവിലകത്തെ രാജരാജവർമ്മ തമ്പുരാന്റെ 4ാമത്തെ സന്തതിയായ അപ്പുത്തമ്പുരാനല്ലേ. പഠിച്ചതും വളർന്നതും മഹാനഗരമായ ബോംബെയിൽ. കോടീശ്വരൻ, ബിസിനസ് മാഗ്നറ്റ്, ഹോബി ചരിത്ര ഗവേഷണം. ഇവിടെ വന്നത് കേസ് അന്വേഷണം. ദൈവമേ, ഇവനൊരു തിരുമണ്ടനസയില്ലല്ലോ. ഒറ്റ നോട്ടം മതി ചാക്കോയ്ക്ക് ഒരാളുടെ ഗൈനക്കോളജി മനസ്സിലാക്കാൻ. ഗൈനക്കോളജി അല്ല, സൈക്കോളജി. ഏതോരോളജി. അന്തഃപുരത്തിലെ അകത്തമ്മമാരുടെ അന്തരംഗത്തിൽ അന്തർലീനമായിരിക്കുന്ന അന്തർനാടകങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ് ബാന്ധവം കൂടാൻ വന്ന തമ്പുരാക്കന്മാരല്ലേ. താൻ വെറും ഡൂക്ലി SI ആവേണ്ട ആളല്ല, DGP ആകേണ്ട ആളാണോ? എന്താ ഒന്ന് വേഗം ആക്കിത്താ. കുഴഞ്ഞല്ലോ. ഇവിടെ ടച്ചിങ്സ് ഒന്നുമില്ലേ? വെച്ചോ നോൺ വെച്ചോ എന്തും പോവും. അതാരാ? വേഗം കൊണ്ടുപോടാ. ദൈവമേ, സാർ സാർ കൊടറ തമ്പുരാൻ. എന്റെ തല എവിടെ? തല എവിടെ ഉണ്ട്? എന്താണ് കാണിച്ചത്? കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. സല്യൂട്ട് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ദൈവമേ, യോമാർ രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാ നല്ലത്. അങ്ങനെ നിന്നെ ഞാൻ മുങ്ങാൻ അനുവദിക്കില്ല. നിന്റെ ഉള്ളിലുള്ള കൊള്ളത്തരങ്ങൾ മൊത്തം ഊറ്റിയെടുത്തിട്ട് ഞാൻ വിടും. അതെ, എനിക്ക് മതി. എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കഴിഞ്ഞില്ല. ഇത് മുഴുവൻ കുടിച്ചിട്ടും കഴിച്ചിട്ടും പോയാ മതി. എന്റെ ഗ്ലാസ്സിൽ പിന്നെ നിന്റെ അപ്പം വന്ന് ഒഴിക്കോടാ. താനാരാ? എന്താ എന്റെ ഉദ്ദേശം? പറടാ.
ചാക്കോ ചാക്കോയോ തമാശാളാ നിന്റെ മടിയിട്ടാണോ എനിക്ക് പേരിട്ടത് ഒറ്റ അടിക്കുന്ന നീ ആ പാവം ഗുണാലിട്ട് പണിയല്ലടാ എടാ ഊതാര എടുക്കട ഒലക്ക ഉരുട്ടടവനെ കേട്ടടാ മുങ്ങി മുങ്ങി ഫുഡാ കഴിച്ചില്ല ചിക്കൻ